ഹായ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമുകളിൽ ലേറ്റസ്റ്റായി റിലീസായ മൂവികളും ഇനി റിലീസാവാൻ പോകുന്ന മൂവികളെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഹൈപ്പിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഒരു തമിഴ് മൂവിയാണ് കെനാത്ത കനോ. സുരേഷ് സംഗയെ സംവിധാനം ചെയ്ത് യോഗി ബാബു പ്രധാന വേഷത്തിലെത്തിയ ഈ മൂവിയിൽ യോഗി ബാബുവിനെ കൂടാതെ ജോർജ് മറിയൻ, റേച്ചൽ റബേക്ക, രാമകൃഷ്ണൻ തുടങ്ങിയവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. 2026 മാർച്ച് 13 റിലീസ് ചെയ്ത ഈ മൂവി ഒരു ആക്ഷേപഹാസ്യ ചിത്രമാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് അപെക്സ്. 2026 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഈ സിനിമയിൽ ചാൾസ് തെറോൺ, ടാരോൺ എക്കർട്ടൺ എന്നിവർ പ്രധാന വേഷങ്ങളെത്തുന്നു. ഒരു സർവൈവൽ ആക്ഷൻ ത്രില്ലർ ചിത്രമായ അപെക്സ് നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 24 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് മൂവിയാണ് അഗസ്ത്യ ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ. അജയ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജീവ, അർജുൻ സർജ, രാശി ഖന്ന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അഗസ്ത്യ ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ. കലാസംവിധായകനായ വ്യക്തിയും അദ്ദേഹത്തിന്റെ വധുവും ഒരു പ്രേതഭവനത്തിൽ ചെന്നപ്പെടുന്നതും അതുമൂലം അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺ നെക്സ്റ്റും ആമസോൺ പ്രൈം വീഡിയോസുമാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ മാർച്ച് 28 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് മാജിക് മഷ്റൂംസ്. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി നാദിർഷ സംവിധാനം ചെയ്തൊരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് മാജിക് മഷ്റൂംസ്. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൂടാതെ അക്ഷയ് ഉദയകുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, ജോണി ആന്റണി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺ നെക്സ്റ്റും ആമസോൺ പ്രൈം വീഡിയോസുമാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവി വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഹാപ്പി പട്ടേൽ. അമീർ ഖാൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വീർദാസ് ആണ്. ഒരു സ്പൈ കോമഡി ചിത്രമായ ഹാപ്പി പട്ടേൽ 2026 ജനുവരി 16 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. അമീർ ഖാൻ അതിഥി വേഷത്തിലെത്തുന്ന ഈ മൂവിയിൽ വീർദാസ്, മോന സിംഗ്, മിഥില പാൽക്കർ, ഇമ്രാൻ ഖാൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി അവതാർ ഫയർ ആൻഡ് ആഷ്. അവതാർ പരമ്പരയിലെ 3ാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു ഫാന്റസി എപ്പിക് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഇന്ത്യയിൽ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറും ഇന്റർനാഷണലി ഡിസ്നി പ്ലസുമാണ്. മാർച്ച് മാസം 31 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മലയാള മൂവിയാണ് ഹാൽ. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തിയ ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ഹാൽ. വീര സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഷെയ്ം നിഗത്തിനെ കൂടാതെ സാക്ഷി വൈദ്യയും പ്രധാന വേഷത്തിലെത്തുന്നു. 2025 ഡിസംബറിൽ റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കോടെ, അതായത് ഏപ്രിൽ 3 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് ഓ റോമിയോ. വിശാൽ ഭരദ്വാജ് സംവിധാനം ചെയ്ത് 2026 ഫെബ്രുവരി 13 റിലീസ് ചെയ്ത ഈ മൂവിയിൽ ഷാഹിദ് കപൂർ, തൃപ്തി ദിമ്രി, അവിനാഷ് തിവാരി, നാനാ പട്ടേക്കർ തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഓ റോമിയോയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ 2 ഓപ്ഷനിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി എല്ലാ പ്രൈം വീഡിയോസ് സബ്സ്ക്രൈബേഴ്സിനും ഏപ്രിൽ 10 മുതൽ ഈ മൂവി ലഭ്യമാകും. അടുത്ത മലയാള മൂവി ആശാൻ. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് ആശാൻ. ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി, ടോബി തിലകൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരുടെയും കഥയാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക്, അതായത് ഏപ്രിൽ മാസം 3 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു വെബ് സീരീസ് ആണ് ദ ബോയ്സ്. സൂപ്പർ ഹീറോ സീരീസായ ദ ബോയ്സിന്റെ അവസാന സീസണാണ് ഇത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ പ്രളയത്തിന് ആദ്യ 2 എപ്പിസോഡുകൾ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഈ സീരീസിന്റെ ബാക്കി എപ്പിസോഡുകൾ ഓരോ ബുധനാഴ്ച റിലീസ് ചെയ്ത് മെയ് 20 സീരീസ് അവസാനിക്കും. അടുത്തത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി മൂവിയാണ് ടോസ്റ്റർ. രാജ്കുമാർ റാവുവും സാനിയ മൽഹോത്രയുമാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത്. ഒരു ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നത്. ഏപ്രിൽ 15 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാള മൂവി അനോമി. റിയാസ് മറാത്ത് സംവിധാനം ചെയ്ത് ഭാവനയും റഹ്മാനുമാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സയൻസ് ഫിക്ഷൻ ത്രില്ലർപ്പെടുത്താവുന്ന ഈ മൂവിയിൽ ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ, ബിനു പപ്പു, വിഷ്ണു അഗസ്ത്യ, സുമിത് നവൽ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു. ഭാവന ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്നതെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഭാവനയുടെയും റഹ്മാന്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഏവറേജ് അഭിപ്രായം തിയേറ്ററിൽ നിന്ന് ലഭിച്ച ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസും സിംപ്ലി സൗത്തും സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക്, അതായത് ഏപ്രിൽ മാസം 3 OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാള മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും 2ാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാല നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000.
C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അമീർ ഖാനെ നായകനാക്കി 2025 റിലീസ് ചെയ്ത മൂവിയാണ് സിത്താരെ സമീൻ പർ. ഈ മൂവി ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണെങ്കിലും OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകില്ലെന്നാണ് അമീർ ഖാൻ പ്രസ്താവിച്ചിരുന്നത്. എന്നാൽ ഇതിപ്പോൾ സോണി ലീവാണ് ഈ മൂവിയുടെ OTT അവകാശങ്ങൾ നേടിയിരിക്കുന്നത്. അമീർ ഖാനൊപ്പം ജെനീലിയ ഡിസൂസയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി ഏപ്രിൽ 3 മുതൽ സോണി ലീവിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് പ്രെറ്റി ലതാൽ. ഉമാ തർമൻ, മാഡി സീഗ്ലർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിക്കി ജ്യൂസൺ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഹൊറർ ത്രില്ലർ മൂവിയാണ് പ്രെറ്റി ലതാൽ. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 25 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് പിസ മൂവി. ഒരു ഹൊറർ കോമഡി ചിത്രമാണ് പിസ മൂവി. സ്ട്രേഞ്ചർ തിങ്സ് താരം ഗെയ്റ്റിൻ മാട്രാസോ ആണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഹുലു OTT പ്ലാറ്റ്ഫോം വഴി ഏപ്രിൽ 3 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റ് സീരീസുകളൊന്നായ സ്ട്രേഞ്ചർ തിങ്സിന്റെ അനിമേഷൻ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 1985 ശൈത്യകാലത്താണ് ഈ സീരീസിന്റെ കഥ നടക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 2-ന്റെയും സീസൺ 3-യുടെ ഇടയിലുള്ള സമയത്താണ് ഇതിലെ സംഭവങ്ങൾ നടക്കുന്നത്. 2026 ഏപ്രിൽ 23 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് മൂവിയാണ് തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ് കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.